ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ഇന്ന് ആഗോള വ്യാപകമായി ഭീതി പരത്തിയിരിക്കുകയാണ്. ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത പോലെ 197 രാജ്യങ്ങളിൽ ഒരേ സമയം രോഗത്തിന്റെയും മരണത്തിന്റെയും നിഴൽ വീശിയിരിക്കുകയാണ് കൃമിയോളം പോലും വലുപ്പമില്ലാത്ത കൊറോണ വൈറസ്. ആയുധ നിർമ്മാണങ്ങൾക്കും വികസന മുന്നേറ്റങ്ങൾക്കും ഊന്നൽ കൊടുത്തിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം കൊറോണ ഭീതിയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളിലേക്ക് തിരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവർ ഈ പ്രതിസന്ധിയിൽ നഷ്ടധൈര്യരാകുകയോ പരിഭ്രമിക്കുകയോ അല്ല വേണ്ടത്. ഇവയെല്ലാം മുമ്പേ പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാലത്തിന്റെ അടയാളങ്ങളിൽ ഒന്നു മാത്രമാണ്. നാം ഇവയെ ആത്മീയമായി എങ്ങനെ നേരിടണമെന്നും പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ എങ്ങനെ നമ്മെ തന്നെ ഒരുക്കണമെന്നുമുള്ള നമ്മുടെ ഇടയ ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവയാണ്. പൊതു ദിവ്യബലികൾ നിർത്തലാക്കുകയും സമ്മേളനങ്ങൾ റദ്ദാക്കുകയും ചെയ്തെങ്കിലും വിവിധ മാധ്യമ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ COVID-19 നേരിടാനുള്ള ആത്മീയവും ഭൗതികവുമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണിരിക്കുന്നത്. താൻ അർപ്പിക്കുന്ന ദിവ്യബലികളുടെ തത്സമയ സംപ്രേഷണം ആരംഭിച്ച പാപ്പയുടെ മാതൃക ആഗോള സഭ ഏറ്റെടുത്തു കഴിഞ്ഞു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് പ്രത്യാശയും ആശ്വാസവും പകരുന്ന സന്ദേശങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഇത് പിതാവിലേക്ക് മടങ്ങി വരാനുള്ള സമയമാണ്. അവിടത്തേക്ക് നമ്മിൽ പരിവർത്തനം ഉളവാക്കാൻ കഴിയും. എന്നാൽ ആദ്യ ചുവട് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങുക. കൂദാശകളുടെ അപ്രാപ്യതയെപ്പറ്റി വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പത്തെ ദൂരീകരിക്കാനും പാപ്പ തന്റെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. കുമ്പസാരത്തിനായി വൈദികനെ ലഭ്യമല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുക. അവിടുന്ന് നിങ്ങളുടെ പിതാവാണ്. അവിടുത്തോട് തുറന്നു പറയുക. ക്ഷമയ്ക്കായി അവിടുത്തോട് എല്ലാം ഏറ്റുപറയുക. പശ്ചാത്താപത്തോടെയും പൂർണ്ണ ഹൃദയത്തോടെയും അവിടുത്തെ ക്ഷമയ്ക്കായി യാചിക്കുക. കുമ്പസാരത്തിനുള്ള ഏറ്റവും അടുത്ത അവസരം പ്രയോജനപ്പെടുത്തിക്കൊള്ളാമെന്ന് തീരുമാനമെടുക്കുക. ദൈവകൃപയിലേക്ക് തിരികെ വരാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കോവിഡ് രോഗബാധിതരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും വൈദികർക്കും മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കും പാപ്പ തന്റെ സാമീപ്യവും പ്രോത്സാഹനവും അറിയിച്ചു. COVID-19 രോഗത്തിനിരകളായി യാതനകൾ അനുഭവിക്കുന്നവർക്കും തന്റെ ആത്മീയ സാമീപ്യം അറിയിച്ചുകൊണ്ട് പാപ്പ പല പ്രാവശ്യം ഓൺലൈൻ സന്ദേശങ്ങൾ നൽകി. രോഗപ്രതിരോധ ശുശ്രൂഷകൾ ചെയ്ത് രോഗികൾക്ക് ആശ്വാസമായി മാറുന്നവരുടെ ധീരോചിത പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. COVID-19 രോഗം മൂലം സാമ്പത്തികമായും സാമൂഹികമായും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആത്മീയ സാമീപ്യം പകരുന്നു. ജയിലുകളിൽ ആകുലതയിൽ ദിവസങ്ങൾ എണ്ണി തീർക്കുന്നവർക്കായി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അടിയന്തര ആവശ്യമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിശ്വാസത്തോടും സ്ഥിരതയോടും ധൈര്യത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ദൈവം നമ്മെ കൈവിടുകയില്ല. പ്രാർത്ഥനയിലൂടെ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി COVID-19 ചെറുക്കണമെന്നും തങ്ങളെ തന്നെ പ്രതിരോധിക്കണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു. അതിനായി ആഗോള പ്രാർത്ഥനാ ദിനങ്ങളും തന്റെ പ്രത്യേക ആശീർവാദമായ ഊർബിത് എത് ഓർബിയും പാപ്പ പ്രഖ്യാപിച്ചു. ഒപ്പം ലോകത്തിനായി പ്രാർത്ഥിക്കുക എന്ന പേരിൽ പ്രാർത്ഥനാ നിയോഗത്തിന്റെ വീഡിയോയും വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. രോഗത്താൽ ക്ലേശിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. പരീക്ഷയിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഓ മഹത്വപൂർണയും അനുഗ്രഹീതയുമായ കന്യകേ, ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്മനസ്കരായ എല്ലാ ക്രൈസ്തവർക്കും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും COVID-19 പശ്ചാത്തലത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റിയും ആത്മീയ നിലപാടുകളെ പറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനം അടിസ്ഥാനമാക്കി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ലോക ജനത കൊറോണ ബാധയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ വ്യാപനം തടയുക
എന്നുള്ളതാണ് സർവപ്രധാനം. അതിനായി സർക്കാരുകൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളോടും നാം സർവാത്മന സഹകരിക്കേണ്ടതാണ്. ഈ ഗുരുതരാവസ്ഥയിൽ നാം ഭയചകിതരാകുന്നതിൽ അർത്ഥമില്ല. ഈ സന്ദർഭത്തിൽ നാം കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനം 41-ാം അധ്യായം 10-ാം വാക്യം നമ്മുടെ ഓർമ്മയിലിരിക്കണം. അത് താൻ തിരഞ്ഞെടുത്തമായ ഇസ്രായേൽ ജനത്തിനോട് അരുളി ചെയ്യാൻ വേണ്ടി ദൈവം യേശയ്യാ പ്രവാചകന് നൽകിയ വാക്കുകളാണ്. ഞാനത് ഇവിടെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനോടായി ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന ആ ബോധ്യം നാം ഒരിക്കലും കൈപിടിയരുത്. ഈ പരീക്ഷണത്തിൻ്റെ കാലത്തും ഈ യാതനകളുടെ നടുവിലും നാം ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. സോളമൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 1-ാം രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. സോളമൻ ദൈവത്തിന് ഒരാലയം പണിതു, അതിൽ വാഗ്ദാന പേടകം സമർപ്പിച്ചു. അതിനുശേഷം ദീർഘമായ ഒരു പ്രാർത്ഥന നടത്തുന്നതിൻ്റെ നടുവിൽ നാം ഇപ്രകാരമുള്ള വചനങ്ങൾ കേൾക്കുന്നു. നാട്ടിൽ ക്ഷാമമുണ്ടാകുകയോ വസന്ത, കതിർവാട്ടം, പൂപ്പൽ, വെട്ടുക്കിളി, കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യഥയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന ആ പ്രതിഫലം നൽകണമേ. അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത്. മനുഷ്യഹൃദയങ്ങളെ അറിയുന്ന കർത്താവായ ദൈവം ഇപ്പോഴും നമ്മോടുകൂടെയുണ്ട്. ഭയപ്പെടാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ മഹാമാരിയിൽ നിന്ന് നമ്മെ രക്ഷിക്കണമേ എന്ന്. ഹൃദയങ്ങൾ കാണുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസവും രോഗവിമുക്തിയും നൽകും. ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചിരിക്കുന്ന ഭീതി അകറ്റുകയും ചെയ്യും. ഇതാണ് നാം ചെയ്യേണ്ട പ്രധാന കാര്യം. ദൈവത്തിലുള്ള ആശ്രയത്വവും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ആ സമീപനവും നമുക്ക് അവലംബിക്കാം. ദൈവവിശ്വാസികളായ എല്ലാ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങൾ നിലനിർത്തണമെന്നാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇത് പരീക്ഷണത്തിൻ്റെ ഒരു കാലമാണ്. എല്ലാ പരീക്ഷണങ്ങളും ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു സന്ദർഭമായിട്ട് കൂടി നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൻ്റെ സൂചന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നാം വഴിതെറ്റി വ്യാപരിച്ച മേഖലകളിൽ നിന്ന് തിരിച്ചു വരുവാൻ, നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രമവും ചിട്ടയുമുള്ളതാക്കുവാൻ, അതിൽ ദൈവവിശ്വാസവും സഹോദര സ്നേഹവും നിറഞ്ഞു നിൽക്കുവാൻ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത്. സഭയും സമൂഹവും ശരിയായി ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ നാം അടിയുറച്ച ദൈവവിശ്വാസത്തിലും സഹോദര സ്നേഹത്തിലും വളരുവാൻ ഈ മഹാമാരിയുടേതായ വെല്ലുവിളി നമ്മെ ശക്തരാക്കട്ടെ. സഹനത്തിലൂടെയും മരണത്തിലൂടെയും
മനുഷ്യരക്ഷ സാധിച്ച കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും നമ്മൾ അനുസ്മരിക്കുന്ന നോമ്പുകാലമാണിത്. സഹനവും മരണവും കടന്ന് ഉയർപ്പിലെത്തിയ കർത്താവ് നമ്മെയും ഉയർപ്പിക്കും. ഈ മഹാമാരിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി അവിടുന്ന് നമുക്ക് നൽകും. നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശുദ്ധീകരണവും ഈ കാലഘട്ടത്തിലെ ഈ യാതനയുടെ നടുവിൽ നമുക്ക് സാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദര സ്നേഹവും കാരുണ്യവും കൂടുതൽ പ്രദർശിപ്പിക്കുവാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കിണഞ്ഞു പരിശ്രമിക്കാം. സീറോ മലങ്കര സഭാധ്യക്ഷനായ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവയും വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ ഒന്നായി പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഒന്നാകേണ്ടതിന്റെ അനിവാര്യതയെപ്പറ്റി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രാശ്ചിത്ത പ്രവർത്തനങ്ങൾക്ക് ഈ അവസരത്തിൽ നൽകേണ്ട പ്രാധാന്യതയും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ദേശത്ത് ലോകം മുഴുവനിലും അസാധാരണമായ ഒരു പ്രതിസന്ധി ലഭ്യമാക്കി കൊറോണ വൈറസ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ മുൻപാകെ അപേക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ സന്ദർഭമാണിത്. ദൈവകരുണയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് ആയിരിക്കാം. ആത്മീയമായ നമ്മുടെ ഒരു സാക്ഷ്യം കൊടുക്കാനും പ്രതിസന്ധികളിൽ നമുക്ക് കഴിയണം. നമുക്ക് സന്തോഷകരമായ കാലത്ത് നാം ദൈവത്തെ വിളിച്ച് നന്ദി പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് കരുതുന്ന വിഷയങ്ങളിൽ നാം എടുക്കുന്ന ആത്മീയമായ നിലപാടും സാക്ഷ്യവും. സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടൽ വഴി ഇതിനെ ലഘൂകരിക്കുന്നതിനും ഇതിന് സമയബന്ധിതമായ പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം ഇടയാകുന്നുണ്ട്. അതിനോട് ക്രിയാത്മകമായി പൂർണ്ണമായി എല്ലാവരും സഹകരിക്കണം. 51-ാം സങ്കീർത്തനം, കരുണ ജപമാല, വിശുദ്ധ കുരിശിൻ്റെ വഴി, ഇവയൊക്കെ കൂടുതൽ ഹൃദ്യമായും വ്യക്തിപരമായും ചെറിയ കൂട്ടങ്ങളായും മാത്രം നമുക്ക് നിർവഹിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇതേറ്റം അനുഗ്രഹകരമായ ഒരു കാലഘട്ടമായി ഇതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരുടെയും മനസ്സും ഹൃദയവും ബുദ്ധിയും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ. ദോഷകരമായ ഒരു ചർച്ചയിലേക്കും പോകാതെ ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളിലെ അതിൻ്റെ തൂണും തുരുമ്പും മൂലയും മാത്രം ചർച്ചയ്ക്ക് വിഷയമാക്കി നമ്മുടെ പ്രധാന ചർച്ചാവിഷയത്തിൽ നിന്ന് ദൈവകരുണയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിൽ നിന്ന് മാറിപ്പോകാതെ ഇരിക്കാൻ നമ്മളേവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ എല്ലാ നന്മ പ്രവൃത്തികളും, നിങ്ങളുടെ എല്ലാ ദൈവവിചാരത്തോടു കൂടിയ പ്രവൃത്തികളും സഭയെ ഈ ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നതുകൂടി ഓർക്കുക. തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസേപ്പ കെമ്പിതാവും കൊറോണ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ആത്മീയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ ഒരു പകർച്ചവ്യാധി പടർന്ന അവസരത്തിൽ ദാവീദ് പറഞ്ഞത് ഇതാണ്: മനുഷ്യരുടെ കരങ്ങളിൽ എന്നതിനേക്കാൾ ദൈവകരങ്ങളിൽ ഞാൻ എന്നെയും എൻ്റെ ജനത്തെയും സമർപ്പിക്കുന്നു. കാരണം ദൈവം അതീവ ദയാലുവാണ്. ദൈവം ശിക്ഷിക്കുന്നുവെങ്കിൽ വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുവാൻ നമ്മളെ അനുവദിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നമ്മളെ തിരുത്തുവാനായിട്ടാണ്. വേദനിപ്പിക്കുന്ന വേദനയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്ന ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് തരുന്നതിനേക്കാൾ വലിയൊരു സമാശ്വാസം നൽകുവാനായിട്ട് മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം ഇതിലൂടെ തരുന്ന സന്ദേശം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുവാനും ദൈവ തിരുമനസ്സിന് ശ്രദ്ധമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വരദാനങ്ങൾക്ക് വേണ്ടി
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയശ്രേഷ്ഠന്മാർ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും COVID-19 നമുക്ക് പ്രതിരോധിക്കാം. നന്ദി.